ചിന്ത എന്താ? ഖബറിൽ കിടക്കുന്ന ഉപ്പാപ്പന്റെ അവസ്ഥ എങ്ങനെയാകുമല്ലോ? ഇന്നലെ വരെ എന്റെ വീട്ടിലെ കട്ടിലിന്റെ മേലെ കിടന്ന ഉമ്മയാണല്ലോ, ഇന്നലെ വരെ എന്റെ കൂടെ ചിരിച്ച വാപ്പയാണല്ലോ, ഇന്നലെ കൂടെ എന്റെ ഇരുന്ന മോനാണല്ലോ, അവനല്ലേ ഞാൻ ഇന്ന് മണ്ണിലേക്ക് ഇറക്കി വെച്ചത്. ഇവന്റെ ഖബറിലെ അവസ്ഥ എന്താണ് അല്ലോ? ഇത് ചിന്തിച്ച് കരയുന്ന കണ്ണുകളെവിടെ? ഇത് ചിന്തിച്ച് കരയുന്ന ഉമ്മമാരെവിടെ? ഇത് ചിന്തിച്ചിട്ട് ആഖിറം പേടിച്ചിട്ട് അവരുടെ ആഖിറത്തിന് വേണ്ടി ചിന്തിക്കുന്ന ബാപ്പമാരെവിടെ? ഇല്ല അല്ലേ? മരിച്ചുപോയ മയ്യത്തിനെ ഖബറിലേക്ക് താഴ്ത്തുമ്പോ മുതല്ലിമായ എന്റെ ഹൃദയത്തിലുള്ളത് എന്താണ്? നിങ്ങളെ ഹൃദയത്തിലുള്ളത് എന്താണ്? അല്ലാ, ഇവന് നാളെ എന്റെ കൂടെ ഇല്ലല്ലോ. അല്ലാ, ആ മയ്യത്ത് ഇങ്ങനെ കിടത്തി വെച്ചിട്ട് മുഖത്ത് വെച്ചിരിക്കുന്ന തുണിയൊന്ന് പതുക്കെ നീക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നവൻ പറയുന്നത് എന്താണ് എന്നല്ലേ? അവസാനത്തൊരു നോക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വന്ന് കണ്ടോളൂ നാള്. ഓ എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാര്, ആ നോട്ടം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഫലം കിട്ടാറുണ്ടോ? മയ്യത്തിന് എന്തെങ്കിലും ഗുണം കിട്ടാറുണ്ടോ? മയ്യത്തിന് എന്തെങ്കിലും പവർ കൂടാറുണ്ടോ? ഇല്ല ഇല്ല. സാധാരണക്കാരന്റെ മയ്യത്താണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും കൊണ്ടുപോയി പ്രദർശിപ്പിക്കല്, അങ്ങനെ ഒരു പുണ്യം ഇസ്ലാം പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ആചാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് ഒരു ആലിമിന്റെ മുഖമാണെങ്കിൽ ആദരവിന്റെ പേരില്, അവരോടുള്ള ബഹുമാനത്തിന്റെ പേരില്, അതല്ലാത്തത് നമ്മൾ കൈയൊഴിക്കേണ്ടത് തന്നെ. മയ്യത്ത് പ്രദർശനത്തിന് വെച്ചതുകൊണ്ട് മയ്യത്തിന് പ്രത്യേകം ഗുണം കിട്ടാനില്ല. എന്നാ അതൊരു അന്യ പെണ്ണാണ് കാണുന്നതെങ്കിൽ അയൽവാസിയായ പെണ്ണൊന്ന് അവസാനത്തെ നോക്ക് കാണട്ടെ. ഏതവസാന അയൽവാസിയാണ്? കാണാനും തൊടാനും പറ്റാത്ത അയൽവാസിയെ പെണ്ണ്, അതുപോലെ നാട്ടുകാരികളായ പെണ്ണ്, അതുപോലെ നേരെ തിരിച്ച് അയൽവാസിയായ കാക്ക, അയൽവാസിയായ അതേ ഭർത്താവ്, ഇവളെ എന്ത് കാണാന്? മരിച്ചാലും നോക്കുന്നതിന്റെ വിധി ഹറാമ് തന്നെ. അന്യ പെണ്ണിനെ നോക്കുന്നതിന്റെ വിധി അത് ഹറാമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ നിർവാഹമില്ല. അത് അയൽവാസിയല്ലേ മുസ്ലിയര്? ഒരയൽവാസിയാണെങ്കിലും അല്ലാത്ത വാസിയാണെങ്കിലും അതെ കാണാനും തൊടാനും പറ്റുന്ന മഹറമല്ലാത്തവരെ കാണൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാര്, വയല് കേൾക്കുന്ന ഉമ്മമാര്, മയ്യത്തിനെ കിടത്തിയിട്ട് മയ്യത്തിന് സ്വന്തത്തിൽ തടയാൻ കഴിയാത്ത സമയത്ത് ഇത്തരം മയ്യത്തിനെ കണ്ണുകൊണ്ട് നോക്കാൻ അനുവദിക്കുന്ന സ്വഭാവം നമ്മളെ നാട്ടിൽ ആചാരങ്ങളുണ്ടോ? സ്വഭാവമുണ്ടോ? കൈയൊഴിച്ചേക്കണേ, വലിച്ചെറിഞ്ഞേക്കണേ. മയ്യത്തിന് ഇതുകൊണ്ടൊരു ഗുണവും കിട്ടാനില്ല. ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. വയലുകൾക്ക് നെയ്മാനുള്ള വിശ്വാസികള് ഇങ്ങനെ മയ്യത്ത് കാണിച്ചു കൊടുക്കുന്ന ആള് പറയണ്ട്, അവസാനത്തെ നോക്കൊന്ന് കാണണോ എന്ന് പറഞ്ഞിട്ട് മയ്യത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗയില് വയല് കേൾക്കുന്ന മുഅ്മിനേ, ആ മുഖത്തേക്ക് നോക്കിയതുകൊണ്ടൊരു ഫലവും കിട്ടാനില്ലെന്ന് ഞാനും നീയും വിശ്വസിച്ചിട്ടുണ്ട് അല്ലേ? മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോഴും നമുക്ക് ചിന്തിക്കാനുള്ളത് എന്താണ്? അല്ലാ, ഇവന്റെ മക്കളെ എന്ത് ചെയ്യുമല്ലോ? വിവാഹപ്രായമെത്തിയ 2 കുട്ടികളുണ്ടല്ലോ അല്ലാ. അപ്പൊ നാട്ടുകാരൊക്കെ ചർച്ച ചെയ്തിട്ട് പറയും, ആ കുട്ടികളെ നമുക്ക് ഏറ്റെടുക്കണം, ആ കുട്ടികളെ വിവാഹം നമുക്ക് കഴിപ്പിച്ചു കൊടുക്കണം. വേല കൊടുക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും മാഫിയത്തും നൽകട്ടെ. അത് നിർത്തിക്കളയണം എന്നല്ല ഞാൻ പറഞ്ഞത്. മരിച്ചുപോയ ആളുകളുടെ മക്കളെ സഹായിക്കരുത്, അത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. മരിച്ചുപോയവന്റെ മക്കളെ കുറിച്ച് ആലോചിക്കാൻ നമ്മളില്ലെങ്കിൽ മറ്റൊരാളുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇപ്പം എനിക്കും നിനക്കും മരിക്കാനുണ്ട് എന്ന് പറയുമ്പോ പെട്ടെന്ന് മൈൻഡിൽ വരുന്നത് എന്താണ്? പടച്ച റബ്ബേ, എന്റെ മകന്റെ പ്രായം 12, അല്ലെങ്കിൽ എന്റെ മകന്റെ പ്രായം 15, എന്റെ മകന്റെ പ്രായം 18. അല്ലാ, ഞാൻ ഒന്നും ഉണ്ടാക്കിയതൊന്നും അവൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അവനിക്ക് കൈമാറാൻ കഴിഞ്ഞില്ലല്ലോ, അവൻ ഏൽപ്പിച്ചു കൊടുത്തില്ലല്ലോ, അവനെ ഒന്നും പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ലല്ലോ, അവന്റെ ഒരു വിവാഹത്തിന്റെ ചടങ്ങ് എനിക്ക് കാണാൻ കഴിയില്ലല്ലോ, അവനെ എനിക്ക് കാണാൻ കഴിയില്ലോ. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, വലിയ മുതലാളി സുഖമില്ലാതെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് എന്നോട് മന്ത്രിക്കാൻ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര മന്ത്രിച്ച പലുള്ള ആളായതുകൊണ്ടല്ല, പാപ്പനോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചതാണ്. ഞാൻ അയാളെ വീട്ടിലേക്ക്
ചെന്നപ്പോൾ ഇയാൾ എന്നോട് പറയാണ്, ഞാനൊരു ഹോസ്പിറ്റലിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്, അത് പൂർത്തീകരിച്ചിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കേണ്ടതില്ല. മരിക്കേണ്ടത് എപ്പോഴാണെങ്കിലും ഞാനും നിങ്ങളും മരിക്കണം. ആഗ്രഹിക്കേണ്ടത് എന്റെ ഈമാൻ സലാമത്തായിട്ട് മരിക്കണം എന്നാണ്. അത് ചിലപ്പോൾ പൂർത്തീകരിക്കാൻ നമ്മളില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉള്ളതിനേക്കാൾ ജോറായി അത് പൂർത്തീകരിക്കപ്പെടും. ചിലപ്പോൾ നമ്മൾ ഉണ്ടായാൽ അതിന്റെ നടത്തിപ്പിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, എല്ലാ ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് പരിപൂർണ മുഅ്മിൻ. നിങ്ങൾ കണ്ടോ, ഏതെങ്കിലും ബാപ്പമാര് മരിച്ചു പോയതിന്റെ പേരിൽ ഒരു കുട്ടി പ്രയാസം അനുഭവിക്കുന്നത് കണ്ടോ? നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും കുട്ടികൾ പ്രയാസം അനുഭവിക്കുന്നത് കണ്ടോ? യതീം കുട്ടികളെ ഏറ്റെടുക്കാൻ എത്രയോ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഇന്നലെ എന്റെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരുപാട് സിറാജുൽ ഹുദയിൽ നിന്ന് ഒരാൾ ഫോണിൽ വിളിച്ചു, സ്റ്റാഫ് എന്തിനാണ് സിറാജുൽ ഹുദയിലേക്ക് +1 അഡ്മിഷൻ വന്നിരിക്കുന്നത്? ഒരു യതീമായ കുട്ടിയാണ്, ഇതുവരെ 10ാം ക്ലാസ് വരെ സിറാജുൽ ഹുദയുടെ ചെലവിൽ പഠിച്ചയാളാണ്. ആ കുട്ടിയുടെ ചെലവ് ഇനിയും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് എന്നെ ഫോണിൽ വിളിച്ചത്. ഇതെന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞത്? അങ്ങനെ എല്ലാ ആളുകളും യതീം മക്കളെ ഏറ്റെടുക്കാൻ യതീം ഖാനകളുണ്ട്, അഗതി അനാഥ മന്ദിരങ്ങളുണ്ട്. നമ്മളില്ലെങ്കിലും അവരെ ചെലവ് കൃത്യമായി നടന്നു പോകും. ചിലപ്പോൾ നമ്മൾ ഉള്ളതിനേക്കാൾ എത്രയോ സൗകര്യത്തോടെ നമ്മളെ മക്കൾ വളർന്നു വരും. ചിലപ്പോൾ നമ്മൾ ഇല്ലാതിരിക്കുമ്പോ അവർക്ക് നമ്മൾ ഉള്ളതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഉയരാൻ ചിലപ്പോൾ നമ്മളുടെ ഇല്ലായ്മ കാരണമാകും. നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഭയങ്കര ബേജാറിലാണ്. പടച്ചോനെ, ജീവിക്കുന്ന കാലത്ത് എന്റെ മോനിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്റെ ഭാര്യക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, എന്റെ കുടുംബത്തിനൊരു നല്ല ജീവിതം ഉണ്ടാകണം. അത് ചിന്തിക്കണ്ട, നമ്മളെ മക്കളെയും ഭാര്യമാരെയും ഒന്നും നമ്മൾ ആലോചിക്കണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത്. മറിച്ച് അതിൽ നമ്മൾ ഭയങ്കര ശ്രദ്ധ ചെലുത്തുന്നവരാണ്. എനിക്ക് മക്കൾ വേണം, ആ മക്കൾക്ക് നല്ല ജീവിതം വേണം, അവർക്ക് നല്ല സുഖമായി ജീവിക്കാൻ ആവശ്യമായതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് അതിൽ നമ്മൾ ഭയങ്കര ശ്രദ്ധ ചെലുത്തും. അതേ സ്ഥാനത്ത് സ്വന്തം കാര്യത്തിലാകുമ്പോ, എന്റെ സ്വന്തം ആഖിറത്തിന്റെ വിഷയത്തിലാകുമ്പോ, ആ മകന്റെ ഭാവിക്ക് വേണ്ടി, മകന് കൊടുക്കേണ്ട സുഖലോലുപതയുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നൊരു പ്രയത്നമെങ്ങാനും എൻ്റെ ആഖിറത്തിന് വേണ്ടി ഞാൻ പ്രയത്നിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് പരാജയം സംഭവിക്കൂല. നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ മക്കൾക്ക് നമ്മളില്ലെങ്കിലും അവർക്ക് ജീവിതമുണ്ട്, ഇല്ലേ? എത്ര ബാപ്പമാര് മരിച്ചുപോയ മക്കളുണ്ട്. അവരൊക്കെ ജീവിക്കുന്നില്ലേ? അവര് ഭക്ഷണം കഴിക്കുന്നില്ലേ? അവര് വെള്ളം കുടിക്കുന്നില്ലേ? അവർ നല്ല സൗകര്യത്തിൽ ജീവിക്കുന്നില്ലേ? ഉണ്ട്. അവർ ചിലപ്പോൾ മക്കൾ ഉള്ളതിനേക്കാൾ ബാപ്പമാരുള്ളതിനേക്കാൾ സൗകര്യത്തോടെ ജീവിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് ബാപ്പമാരെ മിസ് ചെയ്യുന്നുണ്ട്. അതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ബാപ്പ ഇല്ലെങ്കിലും ചിലപ്പോൾ അതിനേക്കാൾ സൗകര്യത്തോടെ അള്ളാഹു അവർക്ക് കണക്കാക്കിയെങ്കിൽ അവർ ജീവിക്കുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മൾ മരിച്ചു പോയാൽ നമ്മളെ കാര്യത്തിന് ആരുണ്ടാകും ഭൂമിയില്? ആരുണ്ടാകും നമ്മളെ കാര്യത്തിന് ഭൂമിയില്? നമ്മൾ മക്കളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭയങ്കര ചോറന്മാരാണ്. നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആഘോഷമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്തൊരു ഭാഗത്തൊരു വീട്ടിൽ പോയി. അയാൾ വിളിച്ചിട്ട് പോയതാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറി കുറച്ച് യാത്ര ചെയ്തപ്പോൾ ഒരാൾ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. ആ ഫോട്ടോയുടെ പിറകിൽ 96 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിൽ 96 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, 96 വയസ്സായ ബർത്ത്ഡേ ആണോ നിങ്ങളുടേത്? എനിക്കറിയില്ല, ഞാൻ ഫോട്ടോ കണ്ടിട്ടില്ല, അയാൾ ഫോട്ടോ എടുത്തതും കണ്ടിട്ടില്ല, എന്റെ പിറകിൽ അത് വെച്ചതും കണ്ടിട്ടില്ല. അയാൾ ചുമരിൽ എന്തിനോ തൂക്കിയതാണ്. അപ്പൊ അയാൾ എന്നെ തമാശയാക്കിയാണ് 96 വയസ്സായോ എന്ന് ചോദിച്ചു. അപ്പൊ വയസ്സ് എഴുതി വെക്കുമ്പോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ബഹുമാനം കൂട്ടിയിട്ടാണ് ഇതിന്റെ ആദരവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിത് ആഘോഷിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ആദ്യത്തെ വർഷം മരിച്ചുപോയവന്റെ ആണ്ട് കഴിക്കുമ്പോൾ ആദ്യത്തെ ആണ്ടാണ് എന്നുള്ള ജോറിൽ നമ്മളെല്ലാവരും കഴിക്കും, അല്ലേ? മരിച്ചുപോയവർ ആണ്ട് കഴിക്കുമ്പോൾ ആദ്യത്തെ ആണ്ട് ഭയങ്കര ജോറിൽ കഴിക്കും. രണ്ടാമത്തെ ആണ്ട് വരുമ്പോ ആദ്യത്തേതല്ലല്ലോ, രണ്ടാമത്തെ അല്ലേ? നമ്മളെ ചിന്താഗതി മാറി തുടങ്ങി. 2 വർഷമാകുമ്പോഴേക്ക് നമ്മളവനെ കുറെ മറന്നുപോയി. 3 വർഷമായപ്പോ ഒന്നുകൂടി മറന്നുപോയി. 4 വർഷം കഴിഞ്ഞപ്പോ അതിനേക്കാൾ അപ്പുറം നമ്മൾ മറന്നുപോയി. 40 വർഷം കഴിഞ്ഞപ്പോ ഞാൻ പറയണ്ടില്ലല്ലോ, നമ്മളെ മക്കൾ തന്നെ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. അതിന് സ്വയം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചെടുത്ത് ഉപ്പാപ്പമാരുടെ ഖബറിന്റെ പുറത്തു പോയി പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും അവർക്ക് ഖബറിലേക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യുകയും
ആ മക്കളെ മരിച്ചാലും പ്രാർത്ഥിക്കുന്ന മക്കളാക്കി വളർത്തെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മക്കൾ നമുക്ക് വേണ്ടി ഖുർആൻ ഓതും. അതില്ലെങ്കിലോ 40 വർഷം കഴിയുമ്പോൾ എൻ്റെ ഉപ്പാപ്പ കിടക്കുന്ന ഖബർ എവിടെയാണ് എന്ന് പറയാൻ അറിയാത്ത മക്കളാകും. അള്ളാഹു ബാപ്പക്ക് ദീർഘായുസ്സും മാഫിയത്തും ഏറ്റിക്കൊടുക്കട്ടെ. എൻ്റെ ബാപ്പയുടെ പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓർമ്മയുള്ള കാലത്ത് കണ്ടിട്ടില്ല എന്നല്ല. ഞാൻ ജനിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ബാപ്പയുടെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു ഖബറും സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. എനിക്ക് ബുദ്ധി വെച്ച കാലം മുതൽ എനിക്ക് ഉപ്പാപ്പയുടെ ഖബർ ഓർമ്മയുണ്ട്. എനിക്ക് ബുദ്ധി വെച്ച കാലം മുതൽ എനിക്ക് ഉപ്പാപ്പയുടെ ഖബർ അറിയാം. ഉപ്പാപ്പനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് എൻ്റെ ഉപ്പാപ്പൻ്റെ ഖബർ അറിയാം. അതെൻ്റെ വാപ്പ എനിക്ക് കാണിച്ചു തന്നതാണ്. എൻ്റെ വയത് കേൾക്കുന്ന ഉപ്പമാരെ, നമ്മുടെ ബാപ്പമാര് ഉപ്പാപ്പമാര് പലരും മരിച്ചു പോയവരുണ്ടാകാം. ഒരു 27-ന്റെ അന്നെങ്കിലും, ഒരു റമദാൻ 17-ന്റെ അന്നെങ്കിലും, ഒരു യാത്ര പോകുന്ന സമയത്തെങ്കിലും അവരെ ഖബറിടങ്ങളിലേക്ക് പോയി സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്ന സ്വഭാവം നമ്മളെ ഉപ്പാപ്പമാര് കാണിച്ചു തന്നിരുന്നു. നമ്മുടെ നാടുകളിൽ അത് പതിവായിരുന്നു. ഇന്ന് ചിലപ്പോൾ ചില പുത്തൻവാദികളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണോ എന്നറിയില്ല, ചില ആളുകൾ അതൊക്കെ മറന്നുപോയി. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അകന്നുപോയി, അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ദൂരെ നിന്നുപോയി. എന്നിട്ടോ ഇംഗ്ലീഷുകാരന്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ